UDF സർക്കാർ അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യത്തെ ബജറ്റ്, അതായത് കന്നി ബജറ്റ്. അത് പുതുയുഗ കേരളം എന്ന സ്വപ്നത്തിലേക്ക് ചുവടുവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രഖ്യാപനങ്ങളും ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട്. അതായത് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും ജനത്തിനെ, ഒരു വിഭാഗം ആളുകളെ പ്രീണിപ്പിക്കാൻ പോരുന്ന ഓരോ കാര്യങ്ങളും അതിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ 2026 ജനുവരിയിൽ കഴിഞ്ഞ സർക്കാർ അവതരിപ്പിച്ച സമ്പൂർണമായിട്ടുള്ള ബജറ്റ് പുതുക്കിയാണ് ഈ ബജറ്റ് സമർപ്പിച്ചിട്ടുള്ളതും. സംസ്ഥാനത്തിന്റെ വികസനങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഒക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കടുത്ത പ്രതിസന്ധികളുണ്ട്. നമുക്കറിയാം, നമ്മൾ തന്നെ സാധാരണക്കാർ സംസാരിക്കുമ്പോൾ പറയും ഇത്രയും കോടി രൂപയൊക്കെ വേണമല്ലോ, പക്ഷെ ഇത് എങ്ങനെ സർക്കാർ കണ്ടെത്തും എന്നുള്ളതാണ്. ദൈവം സഹായിച്ച് മറ്റു അതായത് കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ എന്ന് പറയാനായിട്ടുള്ളതൊന്നുമില്ല. എന്നാൽ ഇതിൽ പലതും ഇവർ പറഞ്ഞ രീതിക്കുള്ളതാണോ എന്ന് ചോദിച്ചാൽ ജനകീയ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ സർക്കാരിന്റെ തെറ്റായിട്ടുള്ള ഒരു സാമ്പത്തിക കണക്കുകളെയും കബളിപ്പിക്കലുകളൊക്കെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടാണ് VD സതീശൻ ബജറ്റ് അവതരിപ്പിക്കാനായിട്ട് തുടങ്ങുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത്. മുൻ ബജറ്റിലെ യഥാർത്ഥ കണക്കുകൾ എന്താണോ അത് മറച്ചു വെക്കാനായിട്ട് കിഫ്ബിയുടെയും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഒക്കെ കണക്കുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് കബളിപ്പിച്ചു കൊണ്ടിരുന്നത് എന്ന് ആമുഖത്തിൽ തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി കമ്പനിയും തമ്മിൽ ഉൾപ്പെടെ സർക്കാരിന് മേലുള്ള ആകെ സാമ്പത്തിക ബാധ്യത കൂടി നിങ്ങളൊന്ന് അറിയണം. 87,012 കോടി രൂപയാണ് ഈ വകയായിട്ട് ഉള്ളത്. സംസ്ഥാനത്തിന്റെ പ്രതീക്ഷിത വരുമാനത്തിൽ 20,500 കോടി രൂപയുടെ വൻ കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ള സാഹചര്യവുമാണ്. ഇതിന് പുറമെ വരാനിരിക്കുന്ന ശമ്പള പെൻഷൻ പരിഷ്കരണവും ലീവ് സറണ്ടർ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കലുമൊക്കെ സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതയാകും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. വലിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് തന്നെ സമ്പന്നമാണോ എന്ന് ചോദിച്ചാൽ അതിസമ്പന്നമാണ് VD സതീശൻ എന്ന് പറയുന്ന ധനമന്ത്രിയുടെ ബജറ്റ് അവതരണം. പക്ഷേ ഇതെല്ലാം നടപ്പിലാക്കാൻ, ഇത് ആദ്യം പറഞ്ഞതുപോലത്തെ എങ്ങനെ ഇതെല്ലാം നടപ്പിലാക്കും, ഇതിനുള്ള ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വ്യക്തതയും ഈ ബജറ്റിൽ ഇല്ലതാനും. ആ ബജറ്റിലെ വ്യക്തത ഇല്ലായ്മയാണ് സത്യത്തിൽ എല്ലാവരെയും ആശങ്കയിലാക്കുന്നതും. നമുക്കറിയാം, സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരണം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബജറ്റാണ്. എന്നാൽ രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള 5 ഇന്ദിരാ ഗ്യാരണ്ടി വാഗ്ദാനങ്ങളിൽ 3 ആദ്യ ബജറ്റിൽ തന്നെ കാറ്റിൽ പറത്തി എന്ന് വേണമെങ്കിൽ കൂടി നമുക്ക് പറയാം. ഒന്നാമത്തേത്, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് എന്ന വാഗ്ദാനത്തിനായിട്ട് ഈ ബജറ്റിൽ നീക്കി വെച്ചിട്ടുള്ളത് വെറും 10 കോടി രൂപ മാത്രമാണ്. 10 കോടി രൂപ മാത്രം മാറ്റിവെച്ചുകൊണ്ട് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എങ്ങനെ നടപ്പിലാക്കുമെന്നത് ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരവും കൃത്യമായിട്ട് ഇല്ലതാണ്. കൃത്യമായിട്ടെന്നല്ല, ആ ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നുള്ളതാണ്. അതായത് ഏതാണ്ട് നമ്മുടെ കേരളത്തില്, ഈ കൊച്ചു കേരളത്തില് 90 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളിൽ ഓരോന്നിനും 11 രൂപ 11 പൈസ വീതം വേണ്ടി വരും. അപ്പോൾ ജനങ്ങളെ ആകെ കബളിപ്പിച്ചിരിക്കുകയാണോ എന്നുള്ള ഒരു ചോദ്യം മറുപക്ഷത്ത് നിന്ന് ഉയരാനുള്ള സാധ്യതകളുണ്ട്. നാളേക്കൊക്കെ ആകുമ്പോഴേക്കും ഏതാണ്ട് ഈ ചോദ്യം വലിയ രീതിയിൽ ഉയർന്നു വരും. കുറച്ചു ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ ഇതിന്മേൽ ഉണ്ടാകുമെന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്നാണ് ഏറെ വരുന്ന ഒരു വലിയ ജനവിഭാഗത്തെ മറന്നുകൊണ്ടുള്ള ഒരു കാര്യം, അതായത് ക്ഷേമ പെൻഷൻ. ഏതാണ്ട് ക്ഷേമ പെൻഷൻ ലഭിച്ചു തുടങ്ങുന്ന ഈ 60 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എത്രയോ ലക്ഷം ആളുകളാണ് അല്ലെ ഈ ഒരു പ്രഖ്യാപനത്തെ തുടർന്ന് മാത്രം UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്, കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ അവരെല്ലാവരും സത്യത്തിൽ പ്രതീക്ഷിച്ചിരിക്കുന്നതും ഈ കാര്യം തന്നെയാണ്. മരുന്ന് കമ്പനികളൊക്കെ വിലയൊക്കെ ഉയർത്തിയെന്നേ. അപ്പോ ഈ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ പലർക്കും ഇത് അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ്. അതിൽ കുറവ് കാര്യങ്ങൾ, അതല്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവർ വളരെ കുറവ് തന്നെയാണ് എന്ന് പറയാം.
ശതമാന കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ കാണാറുണ്ട് പലപ്പോഴും പെൻഷനൊക്കെ മുടങ്ങിക്കിടന്ന പെൻഷനൊക്കെ കിട്ടുമ്പോൾ പല അമ്മമാരുടെയും ഒക്കെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കുടുംബത്തിലേക്ക് ചിലപ്പോൾ എന്തെങ്കിലും വാങ്ങുന്നത് പ്രധാനമായിട്ടും അവരുടെ മരുന്ന് വാങ്ങാനായിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരാതിരിക്കുന്ന ഒരു സാഹചര്യം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ 3000 രൂപ ക്ഷേമ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിപ്പോ നോക്കൂ, 2500 രൂപയാക്കുമെന്നാണ് പിണറായി സർക്കാർ പറഞ്ഞിരുന്നത്. ഇവര് ഘട്ടം ഘട്ടമായിട്ടൊക്കെ ഉയർത്തുമെന്ന് പറഞ്ഞതല്ലാതെ ഇതങ്ങ് ഉയർന്നൊന്നും വന്നില്ല. 2000-ൽ നിൽക്കുകയായിരുന്നു. ഏറ്റവും പോകുമ്പോഴെങ്കിലും അത് 2500 ആക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ സാധാരണ ജനങ്ങൾക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷയും തീർത്ത് ഇല്ലാണ്ടാക്കി തകർത്ത് തരിപ്പണമാക്കി പോകുന്ന പോക്കിലാണ് മാനിഫെസ്റ്റോയിൽ UDFന്റെ മാനിഫെസ്റ്റോയിൽ പറയുന്നത് ഇതാ നിങ്ങൾക്ക് ഞങ്ങൾ 3000 രൂപ പെൻഷൻ തരുമെന്നുള്ള പ്രഖ്യാപനം വരുന്നത്. സാധാരണ കോമൺ സെൻസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഈ പറയുന്ന വയോജനങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. അവർ ഇത് ആദ്യത്തെ ബജറ്റിൽ തന്നെ പ്രതീക്ഷിക്കും എന്നുള്ളതും ഉറപ്പുമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ വലിയ പദ്ധതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതികളെല്ലാം മാറ്റിവെച്ചാൽ, ഏതെങ്കിലും ഒന്ന് മാറ്റിവെച്ചാൽ പോലും ഇതിനുള്ള ഫണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഇതിനെ തുടർന്ന് ഇനിയിപ്പോ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ചോദ്യശരങ്ങളും വിമർശനങ്ങളൊക്കെ അഴിച്ചുവിടാനുള്ള സാധ്യതയാണ്. ഈ ഒരു കാര്യം പ്രതിപക്ഷം മാത്രമല്ല പറയുക. കാരണം ഇത് വയോജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ രീതിയിൽ ഉയർന്നു വരാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. യുവാക്കൾക്കായിട്ടുള്ള 5 ലക്ഷം രൂപയുടെ ലോൺ പദ്ധതി എന്ന് പറയുന്നതും വെറും വാഗ്ദാനം മാത്രമായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങളും പ്രധാനമായിട്ട് വരുന്നത്, ഒന്ന് ഇൻഷുറൻസ് ആണ്. 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ്. അതിനാകെ മാറ്റിവെച്ചത് 10 കോടി. 3000 രൂപ പെൻഷൻ, അതിനെക്കുറിച്ച് മിണ്ടാട്ടമേ ഇല്ല. വരും കാലഘട്ടം, അതായത് 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇത് ശരിയാക്കി തരാം എന്നുള്ളതല്ല. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇത് ആദ്യ ബജറ്റിൽ തന്നെ നടപ്പിലാക്കും. കാരണം മുൻപ് പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങളുണ്ട്. പിണറായി സർക്കാർ പറ്റിച്ചു പോയതാണ്. ഈ വയോജനങ്ങളെ പൂർണ്ണമായിട്ടും പറ്റിച്ചു പോയ പദ്ധതിയാണ് ഈ ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്നുള്ളത്. അത് നിങ്ങൾ 3000 ആക്കിയിട്ടാണ് ഇവർക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരിതും കണക്കുകൂട്ടലുണ്ടാകും. ഈ പറയുന്ന ഇന്ദിരാ പ്രിയദർശിനി പദ്ധതിയില് സൗജന്യ യാത്ര മാത്രം പോരല്ലോ, പെൺകുട്ടികൾക്ക് 1000 രൂപ കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ പദ്ധതി പോലെ തന്നെയല്ലേ നേരെ അസുഖബാധിതരായിട്ടുള്ള അല്ലെങ്കിൽ വയോജനങ്ങൾക്ക്, അവർക്ക് അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറിയാണ്. അപ്പൊ ഈ ആളുകൾ ഇത് പ്രതീക്ഷിച്ചിരിക്കും. തങ്ങളുടെ ഒരു പ്രായം കൂടിയ സമയത്ത് തങ്ങൾക്ക് വേണ്ടുന്ന പണം ഇത്രയെങ്കിലും ഇത്ര തങ്ങളുടെ കയ്യിലേക്ക് എത്തുമെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള കാര്യം തന്നെയാണ്. അപ്പോ ഒരിക്കലും നടപ്പിലാകാത്ത വാഗ്ദാനങ്ങൾ മാത്രം നൽകി ജനങ്ങളെ വഞ്ചിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളൊരു വാദം ഉന്നയിച്ചാൽ ഇനിയിപ്പോ പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായിക്ക് പറഞ്ഞൂടെ, അല്ല ഞാൻ 2500 ആക്കാതിരുന്നപ്പോ നിങ്ങൾക്ക് വലിയ ചൊറിച്ചിലായിരുന്നല്ലോ, ഇപ്പൊ എന്തേ 3000 ആക്കിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ലേ, എന്താണ് ഇത് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് നടപ്പിലാക്കാൻ പറ്റാത്തത്? സ്വാഭാവികമായിട്ടും ഇത് ചോദിക്കും. ഈ ചോദ്യം വരിക തന്നെ ചെയ്യും. ഇതിനെ ഫേസ് ചെയ്യേണ്ടി തന്നെ വരും. അപ്പോ ഈ പറയുന്ന വഞ്ചിക്കുക, അതായത് വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുക എന്നുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ശൈലി ഇവിടെയും ആവർത്തിച്ചു എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. വൻകിട ആളുകൾക്കോ എന്നാൽ ഒക്കെ വേണ്ടുന്ന തരത്തിലുള്ള ഒരു പുകമറ സൃഷ്ടിക്കുന്ന ഒരു പ്രഖ്യാപനമായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം എന്നുള്ള ഒരു വിശകലനവും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ സർക്കാർ വരുമ്പോൾ ഏറെ പ്രതീക്ഷിക്കുന്നത് അടിസ്ഥാന വർഗങ്ങളാണ്. അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടുന്ന എന്ത് പ്രഖ്യാപനമാണ് ഇതിലുള്ളത്? അവരെ സംബന്ധിച്ച് ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നതും വലിയ കാര്യമാണ്, ക്ഷേമ പെൻഷൻ വലിയ കാര്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് യുവാക്കൾക്ക് 5 ലക്ഷം രൂപ ലോൺ കൊടുക്കുമെന്നുള്ളതിനും അതൊക്കെ യുവാക്കളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇതൊന്നും വാഗ്ദാനങ്ങൾ ഒന്നും ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പൊതുമേഖല സ്ഥാപനങ്ങളും ആസ്തികളും വൻതോതിൽ വൽക്കരിക്കാനുള്ള ഒരു നീക്കം ഈ ബജറ്റിന്റെ ഭാഗമായി എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണും. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കൂടുതൽ കാര്യങ്ങൾ അതിന്റെ വിശകലനങ്ങളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. ഈ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നതും പ്രശ്നമാണ്. കാരണം കേന്ദ്രം ചെയ്യുമ്പോൾ ഇവർ വിമർശിക്കുകയും എന്നാൽ ഇവർ ചെയ്യുമ്പോൾ അത് സ്വകാര്യവൽക്കരണം അല്ലാതെ മറ്റെന്തെങ്കിലും വാക്ക് ഉപയോഗിക്കുമോ എന്നുള്ളതും നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പോ
10 വർഷം മുമ്പേ എല്ലാം ശരിയാകും, എല്ലാം ശരിയാക്കി തരാം എന്ന് പറയുകയും എല്ലാം ശരിയാക്കിയിട്ട് ഇറങ്ങി പോവുകയും ചെയ്തിട്ടുള്ള ഏറ്റവും കാപട്യമേറിയിട്ടുള്ള മുദ്രാവാക്യങ്ങളുമായി അധികാരത്തിലേറിയ CPM സംസ്ഥാനത്തിന്റെ എന്താ പറയാ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ പൂർണ്ണമായിട്ടും തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ അതിനെ ഓവർകം ചെയ്ത് വന്നതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ എന്ത് പദ്ധതി ആയാലും അത് നടപ്പിലാക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു വലിയ സുന്ദരമായിട്ടുള്ള ഒരു ചിത്രം കേരള സമൂഹത്തിന് മുന്നിലേക്ക് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി വെച്ച് തന്നിട്ടുണ്ട്. ഇതിൽ എന്തെല്ലാം നടക്കും നടക്കില്ല എന്നുള്ളത് നമുക്ക് പോകുന്ന പോക്കിലേ കാണാൻ കഴിയുള്ളൂ. ഒരു മാസം മാത്രമേ സർക്കാർ അധികാരത്തിലേക്ക് വന്നിട്ടായിട്ടുള്ളൂ. ആ ഒരു ടൈം പീരീഡ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ ഏറെ ആഗ്രഹിച്ചിരുന്ന പ്രിയപ്പെട്ട 2 പദ്ധതികൾ 3 2 അതിപ്രിയമായതാണ്. അത് ഒരു കാര്യം പോലും അതിനെക്കുറിച്ച് ഉരിയാടിയിട്ടില്ല, ഒന്നും മിണ്ടിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. അതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് വരിക തന്നെ ചെയ്യും.